വളരെ അടുത്ത് റിലീസായ പുതിയൊരു കൊറിയൻ ഡ്രാമയാണ് ഇന്ന് നമ്മൾ കണ്ടു തുടങ്ങാനായി പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ പുതിയ ഡ്രാമ ആയതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിശുക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തും വീഡിയോക്ക് ഒരു ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എത്ര കൂട്ടുകാർക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടമായി എന്നറിയാലോ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ അജിനെ കാണിച്ചുകൊണ്ടാണ്. അജിന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം. അമ്മ ലഹരിക്ക് അടിമയാണ്. ഇപ്പൊ തന്നെ ലഹരി മൂത്ത് കുഞ്ഞായിരുന്നു അവളെ ഭയങ്കര മാരകമായി ഉപദ്രവിച്ചിട്ടുണ്ട് അമ്മ. ആ മുറിവൊക്കെ ആയി അവളങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ടീം. അമ്മയാണെങ്കിൽ ലഹരിയുടെ ബോധക്കേട്ടിൽ ഇങ്ങനെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. ആ സമയം അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുമ്പോ അച്ഛതെ കണ്ടില്ലേ, അമ്മ വീണ്ടും കള്ളു കുടിച്ച് വന്ന് എന്നെ അടിച്ച ഒരു പരുവാക്കി. അച്ഛൻ എന്തോ ഒന്നും ചെയ്യാത്തതെന്നെല്ലാം അവൾ സങ്കടപ്പെടുമ്പോ എന്തായാലും ഇന്നത്തോടുകൂടി ഈ പ്രശ്നമെല്ലാം നിനക്ക് മാറുമെന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത് കാണാം. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വൈഫിനോട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, ഒരു ഗുണവും ഇല്ല, നീ ഇങ്ങനെ ഇരിക്കുന്നതിലും നല്ലത് ചാവുന്നതാണെന്ന്. അത് വെറും ഒരു പറച്ചിലായിരുന്നില്ല. മുകൾ നിലയിൽ നിന്ന് കള്ളു കുടിച്ച് സ്വബോധമില്ലാത്ത തന്റെ ഭാര്യയെ അയാൾ തള്ളിയിടുന്നുണ്ട്. ഈ ഒരു കാഴ്ച അജിനും കാണുന്നു. അവളോടാകട്ടെ, നീ എന്തായാലും ഇത് ആരോടും പറയരുത്, പിന്നെ നിന്റെ അമ്മ കള്ളു കുടിച്ച് മുകളിൽ നിന്ന് വീണ് മരിച്ചതാണെന്ന് മാത്രം എല്ലാവരോടും പറയാവുള്ളൂ. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല കാശുള്ള നല്ലൊരു രണ്ടാനമ്മയെ അച്ഛൻ കൊണ്ട് തരുമെന്നെല്ലാം അവളോട് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അമ്മയെ രക്ഷപ്പെടുത്താനാണ് ഈ പോകുന്നതെന്ന് കരുതുകയേ വേണ്ട. കാരണം താഴെ വീണ ആ ഒരു വീഴ്ചയില് പരിക്കേറ്റ് ചോര ഒലിക്കുന്ന അജിന്റെ അമ്മ അവളെ കണ്ട് കെഞ്ചുന്നുണ്ട് ആംബുലൻസ് വിളിക്കാനായി. കാരണം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, പരിക്കേറ്റ് കിടക്കാണ്. പക്ഷെ അജിനാവട്ടെ അമ്മ പറഞ്ഞത് തെല്ലും വകവെക്കാതെ അമ്മ അവിടെ മരണത്തിന് വേണ്ടി ഇട്ടുകൊടുത്ത് അവിടെ നിന്ന് മൈൻഡ് ആക്കാതെ നടന്നു പോകുന്നു. അതായത് ഈ അമ്മ ഉണ്ടായിട്ടും തനിക്ക് ഒരു പ്രയോജനമില്ല, അമ്മ ഇല്ലാണ്ടായാല് തനിക്ക് അടി ഇടിയൊന്നും കൊള്ളാതെ ജീവിക്കാം. ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞ കണക്ക് നല്ല കാശുകാരിയായ നല്ലൊരു രണ്ടാനമ്മയെ കിട്ടിയാലോ എന്നൊക്കെ കരുതിയാകാം അവൾ പോയത്. എന്തായാലും ഒരു സാധാരണ കുട്ടി പെരുമാറുന്ന രീതിക്കല്ല അജയ് കൊച്ചുനാളിലെ പെരുമാറി തുടങ്ങിയത് എന്ന് ഈ സീനോടുകൂടി നമുക്ക് വ്യക്തമാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ കുഞ്ഞുകുട്ടിയായിരുന്ന അജിൻ വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. അവളിപ്പോ വലിയൊരു സ്റ്റാർ ആണ്. അതായത് ആ നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു ടോപ്പ് ആക്ട്രസ്. ഇപ്പൊ തന്നെ ആരാധകരുടെ ഇടയിലേക്ക് ആഡംബര കാറിൽ റെഡ് കാർപ്പറ്റിൽ അവൾ അങ്ങനെ വന്നിറങ്ങി നടക്കുമ്പോൾ ഈ പുറമേ കാണുന്ന ഗ്ലാമർ ഒന്നും അജിന്റെ കയ്യിലിരിപ്പിന് അവളുടെ സ്വഭാവത്തിനോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യം കാണാൻ വേണ്ടി ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ അവൾക്ക് നല്ല മിടുക്കാണ്. അവൾക്ക് എന്തെങ്കിലും കാര്യം കാണാൻ ആവശ്യമുണ്ട് എന്ന രീതിക്കുള്ളവരെ മാത്രമേ അജിൻ കൂടെ നിർത്താറുള്ളൂ. ആരെയും കാര്യം കണ്ട ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയാനും അവൾക്ക് മടിയില്ല. പിന്നെ മുന്നേ അമ്മയുടെ മരണത്തിൽ അജിനുള്ള പങ്ക് നമ്മൾ കണ്ടിരുന്നല്ലേ. വേണമെങ്കിൽ അവൾക്ക് അമ്മയെ രക്ഷപ്പെടുത്തായിരുന്നു, പക്ഷെ അവൾ അത് ചെയ്തില്ല. അതേ കണക്ക് മറ്റൊരു മരണത്തിൽ കൂടി അവൾക്ക് പങ്കുണ്ട്. പക്ഷെ അതിന് പറഞ്ഞു വരുമ്പോ തെളിവൊന്നുമില്ല. ഇപ്പൊ അമ്മയുടെ മരണത്തിൽ നടന്നത് കണക്ക് തന്നെ. കൂടാതെ മൂന്നാമതായും ഇനി എന്തെങ്കിലും കാര്യം കാണാനായി അവൾ ആരെങ്കിലും കൊല്ലാനായി കൂട്ടു നിൽക്കേണ്ടി വന്ന അതിനും മടിക്കാത്ത ഒരു സ്വഭാവക്കാരി കൂടിയാണ്. എന്തായാലും രണ്ട് മരണത്തിൽ ഓൾറെഡി അവൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഒന്ന് അമ്മയുടെ മരണം, അത് നമ്മൾ കണ്ടു. രണ്ടാമത്തെ മരണം ആരുടേതാണ്? കുഞ്ഞിലെ അമ്മയുടെ മരണശേഷം അജിന് പിന്നെ എന്താണ് അവളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നതൊക്കെ അറിയാനായി നമുക്ക് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. 2016 കാലഘട്ടമാണത്. അന്ന് അജിൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അന്നത്തെ ദിവസം അവളുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ തന്നെ അവരുടെ ക്ലാസ് ടീച്ചറായ ആ ഒരു മിസ്സിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ ഈ മിസ് കുട്ടികൾ നൽകിയ ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയിൽ എക്സൈറ്റഡ് ആയി നിൽക്കുമ്പോഴേക്കും മിസ്സിന്റെ ഹസ്ബൻഡ് ആവട്ടെ അങ്ങോട്ടേക്ക് ദേഷ്യത്തിൽ ചീറിപ്പാഞ്ഞു വന്ന് മിസ്സിനിട്ട് നല്ലൊരു അടി കൊടുക്കുന്നു. ആള് കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസും അവിടെ ചിതറിച്ചിടുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ മിസ്സിന് ഇതേ സ്കൂളിലുള്ള ഒരു അധ്യാപകനുമായി ഒരു അഫെയർ ഉണ്ടായിരുന്നു. അതിപ്പോ ഫോട്ടോ സഹിതം ഹസ്ബൻഡിന് ലഭിച്ചിരിക്കുന്നു. ഇവർക്ക് മാത്രമല്ല, ഈ ഒരു ഫോട്ടോ സ്കൂളിന്റെ വെബ്സൈറ്റിലും സ്കൂളിന്റെ നോട്ടീസ് ബോർഡിലും ഒക്കെ തന്നെ ലീക്ക് ആയിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആ മിസ് ബർത്ത്ഡേ ദിവസം നാണം കെട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ സാധിക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്ന് മറ്റിൽ നിൽക്കുമ്പോഴേക്കും പുള്ളിക്കാരി തട്ടിത്തടഞ്ഞു വീഴാനായി പോകുന്നുണ്ട്. ഇത് കാണുന്ന അജിൻ വീഴാതെ ചെന്ന് താങ്ങി പിടിക്കുന്ന കൂട്ടത്തിൽ മിസ്സിനോട്, എങ്ങനെയുണ്ട് മിസ്സേ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടമായോ? എന്നെ അനാഥ എന്ന് നിങ്ങൾ വിളിച്ചില്ലേ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാന്ന് കുറ്റപ്പെടുത്തി. ഇപ്പൊ നിങ്ങളെ ഞാൻ അനാഥയാക്കി നിർത്തിയിരിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഇനി എന്തുണ്ട് ലൈഫില്? നാണവും മാനവും എല്ലാം പോയി, ഈ ജോലി നിങ്ങൾക്ക് പോയി, ഇനി എന്തുണ്ട്? നിങ്ങളും അനാഥയാണെന്ന് പറഞ്ഞ് അജിൻ മിസ്സിനോട് സംസാരിക്കുമ്പോ അജിനാണപ്പോ ഇതിന് പിന്നിൽ അവളെ ഓർഫൺ എന്ന് വിളിച്ചതിനുള്ള അവളുടെ പ്രതികാരമായിരുന്നു ഇപ്പോ റിവീൽ ചെയ്ത മിസ്സിന്റെ അഫിയർ എന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അജിന്റെ ക്ലാസ്സിലെ തന്നെ മറ്റൊരു പെൺകുട്ടിയാണ്. അവളുടെ പേര് സിം എന്നാണ്. സിം അജിനുമായി പഠിക്കുന്ന കാര്യത്തിൽ നല്ലൊരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ സിമ്മിന് സെക്കൻഡ് പൊസിഷൻ ആണുള്ളത്. തനിക്ക് അജിൻ എടുത്തിരിക്കുന്നതിന്റെ അത്രയും തന്നെ മാർക്കുണ്ട്, പിന്നെ എന്തുകൊണ്ട് തന്നെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഇട്ടു എന്ന രീതിക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായി അവളിങ്ങനെ ടീച്ചേഴ്സ് റൂമിലേക്ക് പോകുമ്പോൾ ആർട്ടിനാണ് തനിക്ക് കുറഞ്ഞ ഗ്രേഡ് കിട്ടിയതെന്ന് മനസ്സിലാക്കുന്ന സിം അങ്ങനെ ആർട്ട് ടീച്ചറിനെ കാണാനായി പോകുന്ന ടീം ഓൾറെഡി അജിൻ ആ ആർട്ട് സാറിനോട് നൈസ്
നൈസായി എന്തോ നിന്ന് സംസാരിക്കുന്നത് സിം കാണുന്നുണ്ട്. അതെന്താണെന്നൊന്ന് കേൾക്കണമെന്ന രീതിക്ക് അവൾ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ ജുൻസിയോ എത്തുന്നുണ്ട്. ജുൻസിയോ നീ എന്ത് ഇവിടെയെന്ന് സിമ്മിനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കൊട കാണുന്നില്ല, അത് സാറിനോട് കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോൾ കൂടെ കാണാത്തൊക്കെ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും ആരെങ്കിലും നീങ്ങ് വന്നേന്നും പറഞ്ഞ് നൈസായിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് ക്ലാസ്സിലെത്തുന്ന ടീം സിം ആകട്ടെ അജിനോട് നീ എന്താ ആർട്ട് സാറിനോട് പുറത്തോണ്ട് നിന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രാമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മിക്കവാറും അതിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആയിരിക്കും അതിലെ ഡയറക്ടർ കൊന്നു കളയല്ലേ. പക്ഷേ നീ പേടിക്കണ്ട, ഇത് കഥയല്ലല്ലോ, ഇത് ലൈഫല്ലേ എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് മൊന വെച്ച് എന്നാൽ അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിൽ അച്ഛൻ സംസാരിക്കുമ്പോൾ ഇവളെന്തോ എനിക്കിട്ട് പണി തരുമെന്നുള്ള രീതിക്കാണോ ഈ പറയുന്നതെന്ന് മട്ടില് സിം അത് കേട്ടൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ആവുമ്പോൾ എത്തുന്ന ടീച്ചർ ആവട്ടെ അജിനെയും ജുൻസിയോയും കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു. അജിനെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നത് അവൾ ക്ലാസ്സിലെ ഫസ്റ്റ് പൊസിഷനിൽ എത്തിയതിന്റെ പേരിലാണ്. ജുൻസിയോ ആവട്ടെ ഡിബേറ്റ് കോമ്പറ്റീഷന്റെ ഭാഗമായി അവനൊരു അച്ചീവ്മെന്റ് കിട്ടിയത് കൊണ്ടാണ്. ക്ലാസ്സിലെ ഡിബേറ്റ് ടീമിൽ അവനൊരു മെമ്പറാണ്. എന്തായാലും ആ ടീം അവനാട്ടെ ഇനി അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകാനായി താൻ ഓപ്റ്റ് ചെയ്യുന്നത് അജിനെയാണെന്ന് പറയുന്ന ടീം. അച്ഛൻ അത് കേട്ട് വളരെ ഹാപ്പി ആവുന്നുണ്ട്. കാരണം അവളത് ആഗ്രഹിച്ചിരുന്നതാണ്. ആക്ച്വലി ജുൻസിയോയ്ക്ക് അജിനോട് ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവളൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് അവനിപ്പോ നെക്സ്റ്റ് ലെവൽ കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാനായി കിട്ടിയ അവസരം അവൾ കൈവച്ച് മാറുന്നത്. ഇത് കേൾക്കുന്ന സിമ്മിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സിമ്മിന് ഒന്നാമത് ജുൻസിയോട് ഒരു ചായ്വുണ്ട്, അവൾക്കൊരു ക്രഷ് ഉണ്ട്. രണ്ടാമതായി അവളുടെ ആജന്മ ശത്രുവാണല്ലോ അജിൻ. അപ്പോ അവളും ഈ ഡിബേറ്റ് ടീമിലെ ഒരു മെമ്പർ ആയതുകൊണ്ടും ആ ക്ലാസ്സിലെ ലീഡർ ആയതുകൊണ്ടും അജിൻ അവളെക്കാൾ മുന്നിലേക്ക് വരുന്നത് അവൾക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കലിപ്പിൽ ഇരിക്കുകയാണ്. പിന്നീട് ഡിബേറ്റ് ടീം ഒത്തുചേർന്ന കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുമ്പോൾ സിം താൻ ഓൾറെഡി ഈ ഡിബേറ്റ് ടീമിൽ ഉള്ള ഒരാളാണെന്ന രീതിക്ക് അല്ലെങ്കിൽ ക്ലാസ്സിലെ ലീഡർ ആണെന്ന രീതിക്കൊക്കെ ഒരു മേൽക്കൈ ആ ഒരു ടീമിൽ എടുക്കാനായി നോക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് വന്ന അജിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓൾറെഡി ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ക്ലാസ്സിലെ പഠിപ്പിക്കാരാണെന്നുള്ള രീതിക്ക്. അതുകൊണ്ട് തന്നെ സിം പറയുന്ന കാര്യങ്ങളെ അജിനും അജിൻ പറയുന്ന കാര്യങ്ങളെ നൈസായി സിമ്മും എതിർക്കുന്നുണ്ട്. നീ ഒന്നും പറയണ്ട, എനിക്കറിയാം ഞാൻ ഇത്രയും നാൾ ഇത് ചെയ്തത്, ഞാൻ ക്ലാസ് ലീഡറാ, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ സിം പറയുമ്പോൾ അജിൻ കൂടുതലൊന്നും മിണ്ടാതെ എല്ലാ ദേഷ്യവും ചിരിച്ചങ്ങ് അമ്മക്കാണ്. അന്നങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സിം പിക്കാനായി വന്ന അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കാണ്. ആ അജിനും എനിക്ക് ഒരേ മാർക്കാണ്, എന്നിട്ട് അവൾക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തു, എന്തോ ഒരു ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അവരത് കൊടുത്തത്, എന്നാലും അത് മോശമായി പോയി എന്നൊക്കെ അവളിങ്ങനെ സങ്കടപ്പെടുമ്പോൾ സാരമില്ല മോളെ, നമ്മളല്ലേ സ്കൂളിന് നല്ല ഡൊണേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഇടപെട്ട് അവളെ ഈ സ്കൂളിൽ നിന്ന് പമ്പ കടത്താം, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്നില്ല പറയുന്ന കൂട്ടത്തിൽ അമ്മ അല്ല അവൾ ഇത്രയും നന്നായിട്ട് പഠിക്കാനായിട്ട് ട്യൂഷന് വല്ലതും പോകുന്നുണ്ടോ എന്ന് അജിനെ പറ്റി തിരക്കുമ്പോൾ അജിനൊരു അനാഥ, അവൾക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ട്യൂഷന് പറഞ്ഞു ഇടാനായിട്ട് ആരുമില്ല, ട്യൂഷനൊന്നുമില്ല, തന്നെ അവൾ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ ആ സമയത്താണ് ഇവരുടെ ക്ലാസ് ടീച്ചറിന്റെ കാര്യം ആലോചിക്കുന്നത്. സിമ്മിന്റെ അച്ഛൻ ഒരു ലോയറാണ്. മുന്നേ അഫയറിന്റെ കാര്യമൊക്കെ ലീക്കായി ക്ലാസ് ടീച്ചറിന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരി ഡിവോഴ്സ് ചെയ്യണമെന്ന രീതിക്ക് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസ് എത്തിയിരിക്കുന്നത് സിമ്മിന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. ആ കാര്യങ്ങളെ പറ്റിയെല്ലാം അമ്മ പറയുന്നത് സിം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അജിനെയാണ്. അജിൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അവൾ അങ്ങനെ റൂമിലിരിക്കുന്ന ടീം അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, അതുവഴി പുറത്തുള്ളവർക്ക് അകത്തുള്ള ആളെ കാണാം. ആ ഒരു സ്പേസിൽ വന്നു നിന്നുകൊണ്ട് ജുൻസിയോ അജിനെ നോക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ നോക്കുന്നത് കാണുന്ന അവൻ പാനിക്കായി ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവനെ ആരോ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കണക്ക് എന്തോ ഒന്ന് അവന് സംഭവിക്കുന്നുണ്ട്. പിന്നീട് അവൻ നോക്കുമ്പോഴേക്കും അജിന്റെ അപ്പാർട്ട്മെന്റില് അവളുടെ മടിയിലാണ് അവൻ കിടക്കുന്നത്. ആക്ച്വലി പുറത്തു നിന്ന് താൻ എങ്ങനെ അകത്ത് വന്നു എന്ന് പോലും അവൻ ഓർമ്മയില്ല. എന്തായാലും ആ ടീമാകട്ടെ അവന്റെ നോട്ട്സ് ഒക്കെ എടുത്ത് അവൾ എന്തൊക്കെയോ എഴുതുന്നു പഠിക്കുന്നൊക്കെ ഉണ്ട്. ആ ഒരു നോട്ടിന്റെ ഇടയിൽ നിന്ന് ഒരു ലെറ്റർ അജിന് കിട്ടുന്നു. ആ ഒരു ലെറ്റർ സിം അവൾക്ക് ജുൻസിയോടുള്ള ക്രഷിന്റെ പേരിൽ എഴുതിയ ലവ് ലെറ്റർ ആയിരുന്നു. ആക്ച്വലി അങ്ങനെ ഒരു ലെറ്റർ തന്റെ ബുക്കിന്റെ ഇടയിൽ സിം വെച്ചത് ജുൻസിയോയ്ക്ക് പോലും അറിയില്ലായിരുന്നു. ഇപ്പൊ ആ ഒരു ലെറ്റർ എടുത്ത് അജിൻ വായിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അജിന്റെ കൂടെയാണ് ജുൻസിയോ ഉള്ളത് എന്നത് അറിയാതെ സിം അവനെ ഫോൺ ചെയ്ത് നീ എന്തിനാ ഡിബേറ്റ് ടീമിൽ നിന്ന് മാറി ആ ഒരു സ്ഥാനത്തേക്ക് അജിനെ കൊണ്ടുവന്നത്, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, മര്യാദയ്ക്ക് അവളെ പുറത്താക്കിയിട്ട് നീ തിരിച്ച് ടീമിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു. കൂടാതെ ഈ ഒരു ലെറ്റർ അവൾ എപ്പോഴും എന്റെ ബാഗിൽ വെച്ചെന്ന് പോലും എനിക്കറിയില്ല, അത് ഇങ്ങ് വിട്ടേക്കുന്ന മട്ടില് അവൻ പറയുമ്പോൾ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ, എന്തായാലും അവൾ എഴുതിയ ഈ ലെറ്ററിന് ഒരു റിപ്ലൈ കൊടുക്കണ്ടേ, നിനക്ക് പകരം ഞാൻ ആ റിപ്ലൈ കൊടുക്കാന്നില്ല. അജിൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജുൻസിയോ അത് കേട്ടുകൊണ്ട് അജിന് മറുപടി കൊടുക്കുന്നതൊക്കെ അവളുടെ വശീകരണത്തിൽ അവൻ വീണ കണക്ക് കൊടുത്തോ എന്നിങ്ങനെ വല്ലാത്തൊരു രീതിക്കാണ്. അതായത് ഇപ്പൊ അവൻ എന്ത് ചെയ്യും എന്ത് പറയും എന്നതൊക്കെ അവൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുന്ന അജിന് രണ്ട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഒന്ന്, ടീച്ചർ വിളിച്ചിട്ട് അവളെ ഡിബേറ്റ് ടീമിൽ ചേർക്കാൻ സാധിക്കില്ല, കാരണം ഡിബേറ്റ് ടീമിൽ ഓൾറെഡി കുറച്ച് കുട്ടികളുണ്ടല്ലോ, കൂടാതെ അവർ പുതിയൊരു കോമ്പറ്റീഷൻ ഉടനെ പങ്കെടുക്കാനും പോവാണ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ ചേഞ്ച് ആയാൽ അത് ടീമിലുള്ള ബാക്കി കുട്ടികളുടെ പെർഫോമൻസിനെയും കൂടി അഫക്ട് ചെയ്യുമെന്നും പറഞ്ഞ് അവരുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നൊരു റിക്വസ്റ്റ് കംപ്ലൈന്റും ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടീം തന്നെയാണ് അജിനെ ചേർക്കുന്നില്ല എന്നിങ്ങനെ അറിയിക്കുന്നു. അത് അജിന് ഫസ്റ്റ് ഷോക്കാണ്. സെക്കൻഡ് ഒരു കാര്യം, അജിനൊരു അനാഥയാണ്, അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന കാര്യം ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ
അത് മനസ്സിലാക്കിയ സിമ്മാകട്ടെ അത് ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സില് കുട്ടികളുടെ കൂടെ ഇരുന്നവൾ അജിൻ ഇങ്ങനെ ഇവളൊരു അനാഥയാന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിച്ചോണ്ടിരിക്കുമ്പോ ഇതൊക്കെ തന്നെ ജുൻസിയോ കേൾക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിലൊന്നും ഇടപെടാതെ അവളെ തന്നെ ഒരുമാതിരി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇതേ ടീം ഇതെല്ലാം കേൾക്കുന്ന അജിൻ ഉള്ളി പല്ലു കടിക്കാണ്. അവൾ എന്നെ അനാഥാന്ന് വിളിച്ച് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്തുമല്ലേ, അവക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് കേട്ടോണ്ടിരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഈ ഭയങ്കരമായ പകയാണ് സിമ്മിനോട് ഓരോ ടൈമും ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ അജിനുള്ളത്. പക്ഷെ അത് പുറത്ത് അവൾ കാണിക്കുന്നില്ല. പുറത്തൊരു അയ്യോ ഭാവത്തെ കണക്ക് മുഖം വെച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഉള്ളിന്റെ ഉള്ളിൽ അവൾ ഭയങ്കരമായ ഒരു സൈക്കോ ചിന്താഗതി കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എന്തിനും ആ കലിപ്പ് പിന്നീട് അവൾ തീർക്കുന്നത് സിമ്മിന്റെ കയ്യിലേക്ക് അവൾ ജുൻസിയോയ്ക്ക് എഴുതിയ ലവ് ലെറ്റർ തിരിച്ചു നൽകിയാണ്. ആ ലവ് ലെറ്ററിൽ ജുൻസിയോ എഴുതുന്ന കണക്കൊരു മറുപടിയും ചുമന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. നിന്നെ ആരിഷ്ടപ്പെടാനാ, നീ വലിയ സംഭവം കരുതി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ പുച്ഛവാ തോന്നുന്നത്. നിന്നെ ആരും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, എനിക്ക് ഇഷ്ടമല്ലാന്ന മട്ടില് എഴുതിയിരിക്കുന്ന ആ ഒരു റിപ്ലൈ. പക്ഷെ കൈയക്ഷരം കണ്ടാൽ മനസ്സിലാക്കാം അത് അജിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതെ, ജുൻസിയോയ്ക്ക് വളരെ പ്രതീക്ഷയിൽ സിം എഴുതിയ ലവ് ലെറ്ററിൽ സിമ്മിനെ തന്നെ ഭയങ്കരമായി നാണം കെടുത്തുന്ന കണക്ക് ഒരു മറുപടി എഴുതി നൽകിയാണ് അജിൻ ഇപ്പൊ ഇവിടെ പ്രതികാരം വീട്ടുന്നത്. എന്തായാലും അതിനേക്കാൾ വലിയൊരു ഷോക്ക് സിമ്മിന് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഇവരുടെ ആ ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്തു. ഡിബേറ്റ് കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാനിരുന്ന ആൾക്ക് കൈക്കൂലിയൊക്കെ കൊടുത്ത ആരോ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേരിലാണ് ഡിബേറ്റ് കോമ്പറ്റീഷൻ ക്യാൻസൽ ചെയ്തത് എന്ന രീതിക്കുള്ള ന്യൂസ് അറിയുന്ന ടൈമാണ്. അജിനെ പുറത്താക്കി ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കാണിക്കണം എന്നത് സിമ്മിന്റെ ഒരു വാശിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കോമ്പറ്റീഷൻ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുന്നെന്ന് അറിയുന്ന അവൾക്ക് ഇതിൽ അജിൻ എന്തെങ്കിലും പങ്കുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അവൾ സംശയിച്ച കണക്ക് തന്നെ ആ ടീം അജിൻ സിമ്മിന്റെ അടുത്തേക്ക് വന്ന് നീ എന്നെ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ കോമ്പറ്റീഷൻ തന്നെ ഇല്ലാണ്ടായത് കണ്ടോ എന്ന് ഒരുമാതിരി കുത്തി സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ തീർച്ചയായും അജിൻ തന്നെ എന്തോ പണി ഒപ്പിച്ചതാണെന്ന് ഡൗട്ട് ആവുന്ന സിമ്മിന് ഭയങ്കരമായി നാണക്കേടും ദേഷ്യം വരുന്നു. നീയേ ഒരു അനാഥയാ, അതിന്റെ പേരിൽ നിന്നെ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് പഠിപ്പിക്കും. പിന്നെ നീ ഈ സ്കൂളിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് എന്റെ അച്ഛനൊക്കെ കൊടുക്കുന്ന ഡൊണേഷനിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡാ. എന്നിട്ട് അതിൽ നിന്ന് നിനക്ക് നാണമില്ലേ, വലിയ ആളാണെന്ന രീതിയിൽ സ്വന്തം നിലയും വിലയും ഓർക്കാതെ ഇങ്ങനെ നിന്ന് കുറയ്ക്കാനെല്ലാം വളരെ താഴ്ത്തി കെട്ടി അജിനോട് സംസാരിക്കുന്നു. അങ്ങനെ വായി വന്നതൊക്കെ സിമ്മ ടീം പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കേട്ടിട്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എനിക്ക് ഒരു ചുക്കും ഇല്ലാന്ന് മട്ടില് ചിരിച്ചു. അത് ഒരു പുച്ഛത്തിൽ ചിരിച്ച് അവിടെ നിന്ന് അജിൻ പോകുമ്പോ അത്രയും നേരം അവിടെ കിടന്ന് ഷൗട്ട് ചെയ്ത സിമ്മിന് വീണ്ടും കലി ഇളകുന്നു. തിരിച്ചവൾ എന്തേലും പറഞ്ഞാലോ അല്ലെങ്കിൽ കരഞ്ഞോണ്ട് പോയാലോ ഒന്നും ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഇത് ഇത്രയും താൻ പറഞ്ഞിട്ടും നീ പോടി, നീ ആരാണെന്ന് മട്ടില് ഒരു പുച്ഛച്ചിരി ചിരിച്ചുകൊണ്ട് അവള് പോയാ പോക്കുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റില്ല എന്ന് മട്ടില്ല സിമ്മിനാകെ കലി ഇളകുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് ആ ഒരു ലെറ്ററിൽ കണ്ട ഹാൻഡ് റൈറ്റിംഗും ഇവളുടെ അല്ലായിരുന്നോ, ഇവളല്ല ഇതെല്ലാം ഒപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കലി ഇളകി നേരെ അജിന്റെ അടുത്തേക്ക് സിം പോകുന്നത്. അപ്പോഴേക്കും അജിനാകട്ടെ ടോയ്ലറ്റിന്റെ അകത്തേക്ക് കയറി നമ്മുടെ കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് കിം. അവന് മെസ്സേജ് അയക്കുന്നുണ്ട് പറഞ്ഞൊക്കെ ചെയ്തോന്ന്. ചെയ്തൂന്ന് അവൻ റിപ്ലൈ അയച്ചു കഴിഞ്ഞാൽ അവൾ പതിയെ ആ ഒരു ക്യൂബിക്കിളിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ അവളെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്ന സിം ഒരു ബക്കറ്റ് നിറയെ വെള്ളം അജിന്റെ തല വഴി കമത്തുന്നുണ്ട് അവളുടെ ദേഷ്യം തീർക്കാനായി. അപ്പോഴും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അജിൻ നടന്നു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കാണുന്നത് മുന്നേ അജിൻ മെസ്സേജ് അയച്ച ഒരു പയ്യനില്ലേ കിം, അവനെയാണ്. അവനിപ്പോ സ്കൂളിലല്ലുള്ളത്, സ്കൂളിന് പുറത്താണ്. ഇവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ അമ്മ നടത്തുന്ന ഷോപ്പിലേക്ക് ചെല്ലുന്നവൻ ഇവർക്ക് കാശ് പലിശയ്ക്ക് കൊടുക്കുന്ന ചെറിയൊരു ഏർപ്പാടുണ്ട്. അതിന്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് ബലമായി പിടിച്ചു വാങ്ങുന്നത് നമുക്ക് കാണാം. ഈ കാശ് അവരുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്തിട്ട് ഈ പേരൻസിന്റെ കയ്യിൽ നിന്നാണ് ഇവൻ കാശ് ഇങ്ങനെ വാങ്ങുന്നത്. എന്തായാലും അതിനുശേഷം അവൻ വീണ്ടും അടുത്തതായി കാശ് കളക്ട് ചെയ്യാനുള്ള ആളുടെ അടുത്തേക്ക് പോകുന്നു. ആക്ച്വലി കിം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടീം ഒരു എയർപോർട്ട്, അത് മറ്റൊരു കുട്ടിയുടെ എയർപോർട്ട് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അജിൻ കണ്ടിരുന്നു. അതിനുശേഷം അവൾ ആ കാര്യം പുറത്തു പറയുമെന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്താണ് കിമ്മിനെ കൂടെ കൂട്ടിയതും. പിന്നെ അന്ന് മുതലാണ് ഇവർ ഇങ്ങനെ കാശ് പലിശയ്ക്ക് കൊടുക്കുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി തുടങ്ങിയത്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മുന്നേ സിം തലവഴി വെള്ളം കമത്തി നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്ന അജിൻ ആ നനഞ്ഞ രീതിക്ക് തന്നെ ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ കുട്ടികളെല്ലാം ഇവളെന്ത് ഇങ്ങനെ വരുന്നതെന്ന് മട്ടി നോക്കുന്ന ടീം ജുൻസിയോ വേഗം ചെന്ന് ഒരു ടവൽ എടുത്ത് അവൾക്ക് തോർത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡ്രസ്സ് മാറ്റാനായി പെട്ടെന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ടീം അങ്ങോട്ടേക്ക് നനഞ്ഞു കുളിച്ച് കിം എത്തുന്നു. അവൻ പുറത്ത് പോയിരിക്കായിരുന്നില്ല, അപ്പോൾ പുറത്ത് മഴയായിരുന്നു. അങ്ങനെ നനഞ്ഞു വരുന്ന വഴിയാണ്. എന്തായാലും അജിനെ കണ്ടപാട് അവളെന്തിങ്ങനെ നനഞ്ഞിരിക്കുന്നതെന്ന് മട്ടില് കിം എന്തോ സംസാരിക്കാൻ വരുമ്പോഴേക്കും സ്കൂളിൽ വെച്ച് എന്നോട് സംസാരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അജിൻ കിമ്മിനെ വോൺ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ അത്രയും സീക്രട്ട് ആണ് കിമ്മിന്റെയും അജിന്റെയും ഇടയിൽ നടക്കുന്ന ഡീലിംഗ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് കിമ്മിനാകട്ടെ ക്ലാസ്സിൽ വെച്ച് മറ്റൊരു പയ്യനുമായി ചെറിയ കശപിശ നടക്കുകയും അതിന്റെ ഇടയിൽ അവന്റെ ഫോൺ താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം അവർ ക്ലാസ്സിൽ ഇങ്ങനെ അടിയിട്ട് ഓടുന്നതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന സിമ്മിന്റെ കുറച്ച് സാധനങ്ങളും തട്ടിയിട്ടാണ് പോകുന്നത്. ആ സമയത്താണ് ഫോണും താഴെ വീണത്. സിമ്മാകട്ടെ അവളുടെ താഴെ വീണ ബോക്സും പെൻസിലും ഒക്കെ എടുക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ഫോണും എടുക്കുന്നുണ്ട്. ആ ടീം അതിൽ കറക്റ്റായി ഓപ്പൺ ആയിരുന്നത് കിമ്മിനും അജിനും ഇടയിൽ നടക്കുന്ന കോൺവെർസേഷൻ ആണ്. കാരണം ഇവർ രഹസ്യമായി മെസ്സേജ് അയച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ സ്കൂളിൽ വെച്ചൊന്നും അങ്ങനെ കഴിവതും സംസാരിക്കാറില്ല. അത് വായിക്കുന്നവൾക്ക് ഇവന് പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടോന്ന് മറ്റുള്ള ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് അജിനുള്ള ഇൻവോൾവ്മെന്റ് സിമ്മിന് മനസ്സിലാവുന്നില്ല. കാരണം ബോസ് എന്ന ഒരു പേരിലാണ് അജിന്റെ നമ്പർ അവൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അജിനാണെന്നത് പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ആരാണ് ഈ ബോസ്, എന്താണ് ഇതിന് പിന്നിലെ കാര്യങ്ങളെന്ന് കണ്ടുപിടിക്കാൻ ഒരു ശുഷ്കാന്തി ആ ഒരു മെസ്സേജ് വളരെ യാദൃശ്ചികമായി കാണുന്ന സിമ്മിൽ ഉണ്ടാവുന്നുണ്ട്.
അപ്പോഴേക്കും നനഞ്ഞു കുളിച്ചിരുന്ന അജിനെ ജുൻസിയോ കൂട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ. അതിന്റെ കലിപ്പും സിമ്മിനുണ്ടായിരുന്നു, കാരണം അവർക്കത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ പോയ ടീം നിന്നെ ആരാ ഇത് ചെയ്തതെന്നല്ല ജുൻസിയോ ചോദിക്കുമ്പോ അജിൻ സിമ്മിന്റെ പേര് പറയുന്നു. പിന്നെ വളരെ പാവത്തെ കണക്ക് എനിക്ക് പേടിയാവുന്നു, അവൾ ഇനി എന്നെ ഉപദ്രവിക്കാൻ വരുമെന്ന് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ജുൻസിയുടെ മുന്നിൽ ഒരു പാവത്തെ പോലെ തകർത്ത് അഭിനയിക്കുകയാണ്. അങ്ങനെ നന്നായി അഭിനയിച്ച് ജുൻസിയോയെ വീണ്ടും തന്റെ വശത്ത് വശീകരിച്ചെടുക്കാനായി അജിന് സാധിക്കുന്നു. അജിൻ ആക്ച്വലി ഇങ്ങനെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് വെച്ചാണ് അവൾ എല്ലാ പരിപാടികളും ഒപ്പിക്കുന്നത്. എന്തായാലും അന്നാകട്ടെ ക്ലാസ് കഴിഞ്ഞ് കിമ്മിന് ചെറിയൊരു പണി കിട്ടുന്നുണ്ട്. ഈ പലിശയുടെ പേരിൽ ഏതോ പേരൻസ് അവനിട്ട് തിരിച്ച് അടി കൊടുക്കാനായി ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അവരുടെ കൈ പെടാതെ രക്ഷപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവർ രഹസ്യമായി കണ്ടുമുട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അവിടേക്ക് അജിൻ എത്തി കുറച്ച് കഴിഞ്ഞാണ് അവൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ചോദിക്കുമ്പോൾ ഇന്നതാ കാര്യം, ഇങ്ങനെ പലിശയ്ക്ക് കൊടുക്കുന്നതിന്റെ പേരിൽ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ അവൻ പറയുമ്പോൾ പെട്ടെന്ന് അവന് വല്ലതും പറ്റുമോ ഏതാണ്ട് ഇവൾ അപ്സെറ്റ് ആവുന്ന കണക്ക് വേഗം അവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ടൈം അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് കയറി കാണിക്കുമ്പോൾ അവനും ആകെ സ്റ്റക്കായി പോകുന്നു. ഈ പലിശയുടെ കാര്യത്തില് ഒരു ദിവസം അവൻ പിടിക്കപ്പെട്ടാലും അജിനെ ഒറ്റുകൊടുക്കില്ല എന്നൊരു വാക്ക് അവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേതാണ്ട് ഊട്ടി ഉറപ്പിക്കുന്ന കണക്ക് അവനെ വശീകരിക്കുന്ന രീതിയിലാണ് അവൾ ഇപ്പൊ കെട്ടിപ്പിടിച്ചതൊക്കെ. അങ്ങനെ എന്തായാലും ഇവരിവിടെ രഹസ്യമായി നിന്ന് സംസാരിക്കുന്നത് സിം കണ്ടെത്തുന്നുണ്ട്. അവൾ ആരാണ് കിമ്മിന്റെ ബോസ് എന്ന് കണ്ടുപിടിക്കാനായി അവനെ ഫോളോ ചെയ്ത് നൈസായി ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇവിടെ കണ്ടെത്തുന്നു. ആക്ച്വലി ഇവർ മൂന്നുപേരും ഇങ്ങനെ നിൽക്കുന്നത്, അതായത് കിമ്മും അജിനും സംസാരിക്കുന്നതും അത് ഒളിഞ്ഞു നിന്ന് സിം നോക്കുന്നതും നാലാമതായി മറ്റൊരാൾ കാണുന്നുണ്ട്. മറ്റാരുമില്ല, ജുൻസിയോ ആണ്. എന്തായാലും ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ ഈ കഥയിലെ എല്ലാത്തിനും ഒരു പിരി പോയിരിക്കുകയാണോ, ഇതുങ്ങളെല്ലാം വല്ല സൈക്കോയോ ആണോ എന്ന് മറ്റില് ഒരു ഡൗട്ട് തോന്നുന്നില്ലേ? എന്തായാലും അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അടുത്ത എപ്പിസോഡ് മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. നെക്സ്റ്റ് എപ്പിസോഡ് മിസ്സാക്കാതെ കാണാനായി താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് ആ ഒരു ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിടാനും തുടർന്നുള്ള എപ്പിസോഡ്സ് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.